Hi all, welcome to once K2 question paper solution program. So നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന question paper എന്നുള്ള subject എന്ന് പറയുന്നത് logic circuit design ആണ് and the subject code is ECT 203. S3 electronicsലെ paper ആണ് നമ്മൾ നോക്കുന്നത്. So let's start. Okay, നമുക്കറിയാം നമ്മൾ നോക്കുന്നത് 2021ലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 22ലെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത് 21ലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 2019 സ്കീം ഡ്യൂറേഷൻ ഓഫ് എക്സാം എന്ന് പറയുന്നത് 3 hours ആൻഡ് ഔട്ട് ഓഫ് ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 100 മാർക്സിനാണ്. നമ്മൾ ഇന്ന് നോക്കുന്നത് തേർഡ് മൊഡ്യൂളാണ്. 1 and 2 നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് നോക്കുന്നത് തേർഡ് മൊഡ്യൂളാണ്. ആൻഡ് തേർഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ വരുന്ന ടോപ്പിക്സ് ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നതിൽ കോമ്പിനേഷൻ ആൻഡ് അരിത്തമെറ്റിക് സർക്യൂട്ട്സ്. സോ കോമ്പിനേഷൻ സർക്യൂട്ട്സിൽ വരുന്ന ടോപ്പിക്സും അരിത്തമെറ്റിക് സർക്യൂട്ട്സിൽ വരുന്നതായിരിക്കും ഈ തേർഡ് മൊഡ്യൂളിൽ സിലബസിൽ കവർ ചെയ്തിട്ടുള്ളത്. സോ കോമ്പിനേഷൻ സർക്യൂട്ട്സ് എന്ന് പറയുന്നതിൽ എന്തൊക്കെയാണ് വരിക? കമ്പാരേറ്റേഴ്സ്, മൾട്ടിപ്ലക്സേഴ്സ്, ഡിമാക്സ്, പിന്നെ എൻകോഡർ, ഡീകോഡർ, അങ്ങനെയുള്ള കാര്യങ്ങളും. അതേപോലെ അരിത്തമെറ്റിക് സർക്യൂട്ട്സിൽ നമുക്കറിയാം ഏതൊക്കെയായിരിക്കും. ആഡർ ഉണ്ട്, സബ്ട്രാക്ടർ ഉണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഹാഫ് ആഡർ, ഫുൾ ആഡർ. സബ്ട്രാക്ടറിലാണെങ്കിൽ ഹാഫ് സബ്ട്രാക്ടർ, ഫുൾ സബ്ട്രാക്ടർ, പിന്നെ സീരിയൽ, പാരലൽ ആഡേഴ്സ്, BCD ആഡർ, അങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള വെരിലോഗ് കോഡ്സും ആയിരിക്കും ചോദിച്ചിരിക്കും. മോഡലിംഗ് ആൻഡ് സിമുലേഷൻ ഓഫ് കോമ്പിനേറ്റോറിയൽ സർക്യൂട്ട്സ് വിത്ത് വെരിലോഗ് കോഡ് അറ്റ് ദ ഗേറ്റ് ലെവൽ. സോ ഗേറ്റ് ലെവലിലുള്ള വെരിലോഗ് കോഡ്സ് ആണ് നമുക്ക് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ മൾട്ടിപ്ലക്സർ. മൾട്ടിപ്ലക്സറിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് സിക്സ്ത് ക്വസ്റ്റ്യൻ, അതായത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വെരിലോഗ് കോഡ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് എ വെരിലോഗ് കോഡ് ഫോർ ഹാഫ് സബ്ട്രാക്ടർ. ഹാഫ് സബ്ട്രാക്ടറിന്റെ വെരിലോഗ് കോഡ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടും 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം, മൾട്ടിപ്ലക്സർ. സോ മൾട്ടിപ്ലക്സർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഇസ് എ ഡിജിറ്റൽ സ്വിച്ച് ദാറ്റ് ഹാസ് മെനി ഇൻപുട്സ് ആൻഡ് എ സിംഗിൾ ഔട്ട്പുട്ട്. കുറേ ഇൻപുട്സ് ഉണ്ടാവും, ഒരൊറ്റ ഔട്ട്പുട്ടേ ഉണ്ടാവുള്ളൂ. സോ ദിസ് ഇസ് ഹൗ യു റെപ്രസെന്റ് എ മക്സ്. നമുക്ക് ഈ മക്സ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ control pins അല്ലെങ്കിൽ select lines. So these are called these are the select lines or it is called control lines. So ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിന്റെ ഇൻപുട്സ് ഔട്ട്പുട്ട് സൈഡിലേക്ക് പാസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇപ്പം എന്ത് പറയും, യു ഹാവ് n select lines ഉണ്ടെങ്കിൽ this is the select lines. So if you are having n select line, then the maximum possible input lines എന്ന് പറയുന്നത് it is 2 raised to n. So ആ മക്സിനെ നമ്മൾ എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? And the mux will be represented as 2 raised to n is to 1, or you can write as 2 raised to n cross 1. സോ ഇങ്ങനെയായിരിക്കും മക്സിന്റെ റെപ്രസെന്റേഷൻ. നമ്മുടെ ചോദിച്ചിരിക്കുന്നത് വർക്കിംഗ് ഓഫ് എ മക്സ് എന്നാണ്. സോ ആക്ച്വലി വർക്കിംഗ് ഓഫ് എ മക്സ് 3 മാർക്സും ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് തിയറിറ്റിക്കലി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ നിങ്ങൾ ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഈ മക്സിന് നമുക്ക് വേറെ കുറച്ച് നെയിംസും കൂടിയുണ്ട്. ദേ ആർ ഓൾസോ കോൾഡ് ആസ് ഡാറ്റ സെലക്ടേഴ്സ്. ഓക്കെ, ഡാറ്റ സെലക്ടേഴ്സ് നമുക്ക് മക്സിനെ ഡിഫൈൻ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഈ സെലക്ട് ലൈൻസിനെ ബേസ് ചെയ്തിട്ട് അവരവിടെ നിന്ന് ഡാറ്റ ഇൻപുട്ട് സൈഡിൽ കൊടുക്കുന്ന ഡാറ്റേനെ സെലക്ട് ചെയ്തിട്ട് അത് ഔട്ട്പുട്ടിലേക്ക് പാസ് ചെയ്യുകയാണ് നമ്മൾ ആക്ച്വലി ഈ മക്സിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാവുന്നത് നമ്മുടെ TV റിമോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിമോട്ടായിട്ട് റിലേറ്റ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. സോ റിമോട്ടിൽ നമുക്ക് കുറേ കീസ് ഉണ്ട് അല്ലേ, പ്ലഗ് ഇൻ കീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഏതെങ്കിലും ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒരു കറസ്പോണ്ടിങ് ചാനലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സോ അത് തന്നെയാണ് ഈ മക്സിൻ്റെ വർക്കിങ്ങും. ഈ സെലക്ട് ലൈൻസിനെ ബേസ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ സെലക്ട് ലൈൻ 0 ആണ് ചൂസ് ചെയ്യണമെങ്കിൽ, സെലക്ട് ലൈൻ 0-ലാണ് ഉള്ളതെങ്കിൽ 0 എന്നുള്ള സെലക്ട് ലൈൻ ഇപ്പോൾ സപ്പോസ് 2:1 മക്സ് എടുക്കുകയാണെങ്കിൽ 4:1 മക്സ് എടുക്കുകയാണെങ്കിൽ 0 എന്നുള്ള കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇൻപുട്ട് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിലേക്ക് പാസ് ചെയ്യുന്നത്. സോ നമുക്ക് അതിൻ്റെ വർക്കിംഗ് ഏറ്റവും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ വെച്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ ആയിരിക്കും. സോ ഞാനിവിടെ 2:1 എന്ന് പറയുന്ന മക്സ് ആണ് എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ 2:1 എന്ന് പറയുമ്പോഴത്തേക്കും ദിസ് ഇസ് 2 raised to n-ന്റെ വാല്യൂ ആണ് 2 എന്ന് പറയുന്നത്. സോ n എന്ന് പറയുന്നപ്പോൾ എത്രയായിരിക്കും? 1. സോ n1 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സെലക്ട് ലൈൻസ് എത്രയുണ്ട്? ഒരു സെലക്ട് ലൈനേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് യുവർ സെലക്ട് ലൈൻ. അത് ഞാൻ S0 വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് യു ഹാവ്, അപ്പോൾ എത്ര ഇൻപുട്സ് ഉണ്ട്? 2:1 എന്ന് പറയുമ്പോഴത്തേക്കും 2 ഇൻപുട്സ് ആണ്. ആൻഡ് ദാറ്റ് ഇസ് D0 ആൻഡ് D1. You have single output Y. So this is a representation for a 2:1 mux. So 2:1 muxന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ്? S എന്ന് പറയുന്നതിൽ നമുക്ക് സെലക്ട് ലൈനിൽ
സിംഗിൾ സെലക്ട് ലൈൻ ആണ്. അപ്പോൾ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? 0യും 1ഉം മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ള കേസസ്. സോ 0 ആണ് നമ്മുടെ സെലക്ട് ലൈനിൽ. 0 ആണെങ്കിൽ എന്ത് പറ്റും? ഫസ്റ്റ് ഇൻപുട്ട് ആയിരിക്കും ഔട്ട്പുട്ടിലേക്ക് പാസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഇൻപുട്ട് ഇസ് D0. അപ്പൊ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? D0. അതേപോലെ സെലക്ട് ലൈൻ എന്ന് പറയുന്നത് 1 ആവുന്ന കേസിൽ എന്ത് വരും? ഇതായിരിക്കും പാസ് ചെയ്യുന്നത്. സെക്കൻഡ് ഇൻപുട്ട് ആണ് പാസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് D1. സോ യു വിൽ ഗെറ്റ് D1. സോ ഈ ട്രൂത്ത് ടേബിൾ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാം? നമുക്ക് ആ എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. ബൂളിയൻ എക്സ്പ്രഷൻ എഴുതാം. സോ അതെങ്ങനെയാ വരിക? സോ S0 bar D0 plus S0 D1. So this is the expression. So ഈ എക്സ്പ്രഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം ഡിസൈൻ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം എന്ത് വരും? S0 നമുക്ക് ഏതൊക്കെ കേസ് വേണം? S0 വേണം, S0 ബാറും വേണം, S0യും വേണം. സോ S0നെ നമുക്ക് നോട്ട് ചെയ്തെടുക്കാം. സോ യു വിൽ ഗെറ്റ് ഹിയർ S0 bar. സോ S0 ബാറും D0യും ആണ് വേണ്ടത്. സോ S0 ബാറും D0യും കൂടി ആൻഡ് ചെയ്യണം. സോ S0 ബാറും D0യും കൂടി ആൻഡ് ചെയ്താൽ നമുക്ക് ഇവിടെ S0 bar D. അടുത്തത് എന്താ? അടുത്ത ടേം എന്ന് പറയുന്നത് S0 and D1. സോ D1 ഇൻപുട്ട് എക്സ്റ്റേണലി കൊടുത്തു. ദെൻ കണക്ട് ചെയ്യുന്നത് എവിടെയാ? S1. ഓക്കെ. സോ യു വിൽ ഗെറ്റ് D1 S1 സോറി S0 D1. ഓക്കെ. ഇനി അത് രണ്ടിനെയും കണക്ട് ചെയ്യുന്നത് എങ്ങനെയാ? ഒരു OR ഗേറ്റ് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ ഫൈനലി ഒരു OR ഗേറ്റ് യൂസ് ചെയ്തു യു വിൽ ഗെറ്റ് ദ desired output. So this is the working of a MUX multiplexer. Okay, 2:1 multiplexer ആണ് പറഞ്ഞത്. 3 മാർക്സിനായിരുന്നു ചോദിച്ചത്. Okay, next write a Verilog code for half subtractor. So അപ്പോൾ Verilog code എഴുതണമെന്നുണ്ടെങ്കിൽ first you need to know the expression for half adder as well as circuit diagram. Okay, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സ്പ്രഷനാണ് 1 മാർക്ക് ഉണ്ടാവുക, പിന്നെ Verilog കോഡിനായിരിക്കും 2 മാർക്സ്. ഓക്കെ. സോ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സബ്ട്രാക്ടറിന്റെ എക്സ്പ്രഷൻ ഡിഫറൻസ് എന്നുള്ളതിന് എന്തായിരിക്കും പറയുക? A XOR B. അതേപോലെ ബോറോ എന്ന് പറയുന്നത് A bar B ആണ്. സോ ഈ എക്സ്പ്രഷൻ അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ വെരിലോഗ് കോഡ് എഴുതാൻ പറ്റുള്ളൂ. ഈ സബ്ട്രാക്ടറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ജസ്റ്റ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചോദിച്ചത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ. സോ എക്സ്പ്രഷൻ എഴുതുക, എക്സ്പ്രഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാം കൂടി വരച്ചു വെക്കുക. എന്ന് വെച്ചാൽ നമുക്കത് കോഡ് എഴുതുമ്പോൾ കുറച്ചും കൂടി അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ. സോ നമുക്കത് A XOR B ആണ് നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ XOR വെച്ചിട്ട് എയും ബിയും കണക്ട് ചെയ്യുക. നമുക്ക് A XOR B ആയിരിക്കും D എന്ന് പറയുന്നത്. അതേപോലെ A bar B ആണ് ബോറോ. സോ A bar B എടുക്കണമെങ്കിൽ യു നീഡ് എ നോട്ട് ഗേറ്റ് അല്ലേ? സോ നോട്ട് ഗേറ്റ് വേണം. പിന്നെന്താ? ആ നോട്ട് ഗേറ്റ് നോട്ട് ചെയ്ത് എയും ബിയും കൂടി ആൻഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ബോറോ A bar B. ഓക്കെ. സോ ഇനി ഇതിന്റെ കോഡ് വേണം. അപ്പോൾ കോഡിന് നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് ഗേറ്റ് ലെവൽ മോഡലിംഗ് മതി എന്ന് നിങ്ങൾക്ക് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഗേറ്റ് ലെവൽ മോഡലിംഗ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. സോ ഗേറ്റ് ലെവൽ മോഡലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഡയറക്റ്റ് ഈ XORനെ കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇൻബിൽഡ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് XOR എന്ന് പറയുന്നത്. സോ XOR എന്ന് പറയുന്ന ഗേറ്റിനെ ജസ്റ്റ് കോൾ ചെയ്യുക. പിന്നെ ഏതൊക്കെ വേണം? പിന്നെ ഒരു നോട്ട് ഗേറ്റ് വേണം. ദെൻ യു നീഡ് എ ആൻഡ് ഗേറ്റ്. ഓക്കെ. സോ XOR എന്ന് പറയുന്നതിന്റെ ഇൻപുട്സിൽ ഏതൊക്കെ ആയിരിക്കും? എയും ബിയും അതിന്റെ ഇൻപുട്ട് ആയിരിക്കും. D എന്ന് പറയുന്നത് അതിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും. പിന്നെ വേറെ ഏതൊക്കെയാണുള്ളത്? പിന്നെ നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റിന് ഏതാണ് ഇൻപുട്ട്? A എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഉണ്ടാവും. ഔട്ട്പുട്ടിൽ A bar ആയിരിക്കും. സോ അത് A bar എന്ന് എഴുതുന്നേക്കാളും കുറച്ചും കൂടി കൺവീനിയന്റ് നമുക്ക് വേറെ നൊട്ടേഷൻ യൂസ് ചെയ്യാം. വേറൊരു വേരിയബിൾ വെച്ചത് റെപ്രസെന്റ് ചെയ്യുക. ആൻഡ് ലെറ്റ് A bar ഈക്വൽ ടു X വെച്ചിട്ടാണ് ഇനി നമ്മൾ വെരിലോഗ് കോഡ് എഴുതുമ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. നെക്സ്റ്റ് ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്സ് എന്ന് പറയുമ്പോൾ ഏത് വരും? ഒന്ന് B ആയിരിക്കും, പിന്നെ X ആണ് ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത്. A ബാറിന് പകരം X ആണ് ഇനി യൂസ് ചെയ്യുന്നത്. സോ ഇൻപുട്സ് എന്ന് പറയുന്നത് Xും Bയും ആയിരിക്കും. ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബോറോ ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് വിത്ത് BR. ഓക്കെ. സോ നമുക്ക് ആ കോഡ് നോക്കാം. അപ്പോൾ കോഡ് എഴുതുമ്പോൾ സ്റ്റാർട്ടിങ് തന്നെ എങ്ങനെയാണ്? വെരിലോഗ് കോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ കോഡ് റൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട കീവേഡ് എന്ന് പറയുന്നത് മൊഡ്യൂൾ ആണ്. ഓക്കെ. സോ മൊഡ്യൂൾ കൊടുക്കുക. ദെൻ ഹാഫ് ആഡറിന്റെ പേര് ഞാൻ HS എന്നാണ് ഡിനോട്ട് ചെയ്ത്. ദെൻ യു ക്യാൻ മെൻഷൻ ദ പോർട്ട് ലിസ്റ്റ്. പോർട്ട് ലിസ്റ്റിൽ ഏതൊക്കെ വരും? ടോട്ടലി നമുക്ക് ഗേറ്റ് ലെവൽ മോഡലിംഗിൽ നമുക്ക് ഔട്ട്പുട്ടിൽ വരേണ്ട ഏതൊക്കെ ഔട്ട്പുട്ട്സ് ഉണ്ടാവും? മൊത്തം നമ്മുടെ സർക്യൂട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2 ഔട്ട്പുട്ട്സ് ആണുള്ളത് അല്ലേ? മെയിൻ ആയിട്ടുള്ള 2 ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് Dയും
ബിയും ഇതാണ് നമ്മുടെ ചിപ്പ് എങ്കിൽ നമുക്ക് വേണ്ട ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് ഡിയും ബി ആറും പിന്നെ ഇൻപുട്ട്സ് എന്ന് പറയുന്നത് എയും ബിയും എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ട്സും ആണുള്ളത്. ഓക്കെ, സോ അത് നമ്മുടെ ഔട്ട്പുട്ട്സ് ഡിയും ബി ആറും മാർക്ക് ചെയ്യുക. ദെൻ ഇൻപുട്ട്സ് എയും ബിയും. അപ്പം ഏതൊക്കെയാണെന്നുള്ളത് സെപ്പറേറ്റ് മെൻഷൻ ചെയ്യാം. സോ യു നീഡ് ടു റൈറ്റ് ഔട്ട്പുട്ട്. ഏതാണ് ഔട്ട്പുട്ട്? ഡി ആൻഡ് ബി ആർ. ഡോണ്ട് ഫോർഗെറ്റ് ടു റൈറ്റ് ദിസ് സെമിക്കോളൻ. സിന്റാക്സ് എറർ ആയിരിക്കും സെമിക്കോളൻ കൊടുത്തില്ലെങ്കിൽ. അതേപോലെ ഇൻപുട്ട്സ് എന്ന് പറയുന്നത് ഏതാണ്? എ കോമ ബി. ഓക്കെ, പിന്നെ നമ്മളിവിടെ എന്താ എക്സ്ട്രാ ഒരു എക്സ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിൽ നമ്മൾ എക്സ് എന്നാണ് കൊടുക്കുന്നത്. സോ എക്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് അല്ല, ഒരു വേരിയബിൾ ആയതുകൊണ്ട് അത് നമ്മൾ വയർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ടായിരിക്കും ഡിഫൈൻ ചെയ്യേണ്ടത്. സോ വയർ എക്സ്, ദെൻ എക്സോർ. പിന്നെ നമുക്ക് ഡയറക്റ്റ് ഇനി നമുക്ക് ഫംഗ്ഷനിലേക്ക് കയറാം. സോ നെക്സ്റ്റ് എന്ന് പറയുന്ന ഗേറ്റ് ഏതാണ്? എക്സോർ എന്ന് പറയുന്ന ഗേറ്റ് കോൾ ചെയ്യുക. അതിന്റെ ഇൻപുട്ട്സ് എന്ന് പറയുന്നത് എയും ബിയും ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡി ആണ്, ഡിഫറൻസ് ആണ്. നെക്സ്റ്റ് ഗേറ്റ് ഏതാണ്? നോട്ട് ഗേറ്റ്. 3 ഗേറ്റ് ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. സോ നെക്സ്റ്റ് ഗേറ്റ് എന്ന് പറയുന്നത് നോട്ട് ഗേറ്റ് ആണ്. നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എക്സും ഇൻപുട്ട് എന്ന് പറയുന്നത് എയും ആണ്. അതുപോലെ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് ബി ആർ ആൻഡ് ഇൻപുട്ട്സ് എന്ന് പറയുന്നത് എക്സും ബിയും ആയിരിക്കും. സോ യു ടെർമിനേറ്റഡ് വിത്ത് സെമിക്കോളൻ. ദെൻ ലാസ്റ്റ് എന്ന് പറയുന്നത് എൻഡ് മൊഡ്യൂൾ. സോ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യുന്നത് എൻഡ് മൊഡ്യൂൾ വെച്ചിട്ടാണ്. ആൻഡ് സീ ദാറ്റ് യു ഡോണ്ട് നീഡ് ടു പ്രൊവൈഡ് ആൻ സെമിക്കോളൻ അറ്റ് എൻഡ് മൊഡ്യൂൾ. സോ എൻഡ് മൊഡ്യൂളിന്റെ ലാസ്റ്റ് സെമിക്കോളൻ്റെ ഒന്നും ആവശ്യമില്ല. ബാക്കി എല്ലാ ഇതിലും സിൻടാക്സിലും നമ്മൾ സെമിക്കോളൻ യൂസ് ചെയ്യണം. ആൻഡ് വൺ മോർ തിങ്, ഇവിടെ ഈ എൻഡ് മൊഡ്യൂൾ എഴുതുമ്പോഴത്തേക്ക് അവിടെ സ്പേസിംഗ് ഒന്നുമില്ല, ജസ്റ്റ് എൻഡ് മൊഡ്യൂൾ ഒന്ന് കണ്ടിന്യൂസ് ആയിരിക്കും എഴുതേണ്ടത്. സോ ദിസ് ഇസ് എ കോഡ്. നമ്മൾ ചോദിച്ചത് എന്തായിരുന്നു? വെരിലോഗ് കോഡ് ഫോർ ഹാഫ് സബ്ട്രാക്ടർ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ പാർട്ട് എ ഈസ് ഓവർ. നമ്മൾ പാർട്ട് ബി ആണ് നോക്കുന്നത്. സോ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിസൈൻ എ ഫുൾ ആഡർ സർക്യൂട്ട്. അതായത് 15th ക്വസ്റ്റ്യനിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനും ഉണ്ട്, എയും ബിയും ആയിട്ടുള്ള 2 പാർട്ടുണ്ട്. സോ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് എന്താ ചോദിച്ചത്? ഒരു ഫുൾ ആഡർ സർക്യൂട്ട് ജസ്റ്റ് ഡിസൈൻ ചെയ്യാനാണ് ചോദിച്ചത്. അതേപോലെ ബിയിൽ ചോദിച്ചത് എന്താണ്? വെരിലോഗ് കോഡ് ഫോർ 1:4 ഡിമക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ ചോദിച്ചത് നമുക്ക് സ്റ്റാർട്ടിങ് എ പാർട്ടിലുണ്ടായിരുന്ന ഫസ്റ്റ് 1 എന്ന് പറയുന്നത് മക്സ് ആണ് ചോദിച്ചതെങ്കിൽ ബി പാർട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്ക് അവർ ഡിമക്സിനെയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഫോർ ഒരു കോഡ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര മാർക്കിനാണ്? 6 മാർക്സിനുള്ള കോഡാണ് ചോദിച്ചത്. അതേപോലെ ഫുൾ ആഡർ എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്യാൻ 8 മാർക്സിനാണ് ഡിസൈനിങ് പാർട്ട് ചോദിച്ചിരിക്കുന്നത്. ദെൻ 16th ക്വസ്റ്റ്യനിലും എഗെയിൻ സബ് ഡിവിഷൻസ് ഉണ്ട്. 8 and 16 എന്നുള്ള സബ് ഡിവിഷനിൽ തന്നെയാണ് 16th വണ്ണും പോയിരിക്കുന്നത്. സോ അതിലെ എ എന്ന് പറയുന്നത് എന്താണ്? ഇംപ്ലിമെന്റ് ദ ലോജിക് ഫംഗ്ഷൻ എഫ് എ ബി സിഗ്മ എം 0 2 3 4 യൂസിങ് ഒരു 8:1 മാർക്സും 4:1 മാർക്സും. ഓക്കെ, നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എ ബി എന്നുള്ളത്, അതിന്റെ മിൻ ടേംസും കാണിച്ചിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഈ ഒരു ഫംഗ്ഷൻ ലോജിക് ഫംഗ്ഷൻ നമ്മൾ ഏത് വെച്ചിട്ടാണ്? മക്സ് യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യണം. അത് ഏതൊക്കെ മക്സ് ആണ്? 8:1 മക്സും 4:1 മക്സും ആണ്. ഓക്കെ, സോ 8:1 മക്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടി ഒന്നും കാണില്ല അല്ലെ? ഇതെന്ന് പറയുന്നത് 3 വേരിയബിൾസ് ആണ്. സോ നമുക്ക് ഡയറക്ട്ലി 8:1 മക്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പക്ഷേ 4:1ന്റെ കേസിൽ അങ്ങനെയല്ല, അതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ. നമുക്കത് നോക്കാം. നെക്സ്റ്റ് ബി പാർട്ടിൽ എന്താ വന്നേക്കുന്നത്? ഡിസൈൻ ആൻ ഒക്ടൽ ടു ബൈനറി എൻകോഡർ. ഒക്ടൽ ടു ബൈനറി എൻകോഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എൻകോഡർ ആണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിലബസിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും തന്നെ കവർ ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഡിസൈൻ എ ഫുൾ ആഡർ സർക്യൂട്ട്. സോ ഡിസൈനിങ് എ ഫുൾ ആഡർ സർക്യൂട്ട് യു നീഡ് ടു നോ ദ ട്രൂത്ത് ടേബിൾ ഫസ്റ്റ്. ഓക്കെ, സോ ട്രൂത്ത് ടേബിൾ വഴിയായിരിക്കും നമ്മൾ ഇനി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം എങ്ങനെയാണ്? നമുക്ക് 3 ഇൻപുട്സ് ഉണ്ട് അല്ലെ? ഫുൾ ആഡർ എന്ന് പറയുമ്പോഴത്തേക്കും യു ഹാവ് 3 ഇൻപുട്സ്. ഏതൊക്കെയാണ്? എ ബി സി and you have 2 outputs, sum and carry out. Okay, C out എന്ന് പറയുന്ന അതായിരിക്കും നമ്മുടെ 2 ഔട്ട്പുട്ട്സ് ഉണ്ട്, സമ്മും carry, and it is denoted with C out. So ഇതിന്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷൻ ആണ്. ആൻഡ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ വരിക? നമുക്ക് 3 ഇൻപുട്സ് ഉണ്ട്. അപ്പോൾ ഫുൾ ആഡർ ആണ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും
സം എത്രയായിരിക്കും കിട്ടുന്നത്? 0 0 0 ആഡ് ചെയ്താൽ 0 ആണ്. ആൻഡ് ക്യാരി എന്ന് പറയുന്നതും അഗെയിൻ 0. ആൻഡ് വാട്ട് ഇസ് ദ കേസ് ഫോർ 0 0 1? അവിടെ സം എന്തായിരിക്കും? ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആയിരിക്കും സം. സി ഔട്ട് എന്ന് പറയുന്നത് 0 ആണ്. അതേപോലെ അടുത്തത് എന്താണ്? 0 1 0. അതിലും ആഡ് ചെയ്താൽ 1 വരും. ക്യാരി എന്ന് പറയുന്നത് ക്യാരി ഒന്നും ഇല്ല, അവിടെ അഗെയിൻ 0 ആണ്. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് കേസ് 0 1 1? 1 1ഉം ആഡ് ചെയ്താൽ നമുക്ക് എന്താ വരിക? യു വിൽ ഗെറ്റ് 1 0. സോ യു ഹാവ് സം എന്ന് പറയുന്നത് 0യും ക്യാരി എന്ന് പറയുന്നത് 1ഉം ആയിരിക്കും. അതേപോലെ അടുത്ത കേസ് അഗെയിൻ 1 0 ആയിരിക്കും. അഗെയിൻ 1 0 1 എന്ന് പറയുമ്പോഴത്തേക്കും 1 0 1 അഗെയിൻ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമ്മിൽ 0യും ക്യാരിയിൽ 1ഉം. അഗെയിൻ 1 1 0 അഗെയിൻ നമുക്ക് സം 0 ആൻഡ് ക്യാരി 1 ആയിരിക്കും. ആൻഡ് ദിസ് കേസ് 3 1 വരുന്ന കേസ്, 3 1 വരുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് 1 + 1 + 1 ചെയ്യുമ്പോൾ കിട്ടുന്നത് 1 1 ആയിരിക്കും അല്ലേ? സോ 1 1 എന്ന് പറയുന്നതിൽ ഇതായിരിക്കും സമ്മിന്റെ ആൻസർ 1ഉം ക്യാരി എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ഇത് ബേസ് ചെയ്തിട്ട് നമുക്കൊരു എക്സ്പ്രഷൻ എഴുതാം. ഓക്കെ, സോ ട്രൂത്ത് ടേബിൾ ക്യാരീസ് 2 മാർക്സ്, എക്സ്പ്രഷൻ ക്യാരി 3 മാർക്സ്. അപ്പൊ ഇതിൽ നിന്ന് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? സോ സമ്മിന്റെ എക്സ്പ്രഷൻ വിൽ ബി, സം എന്താ വരിക? സമ്മിന്റെ ടേംസ് ഏതൊക്കെയാണ് ഹൈ ആയിട്ടുള്ളത്? ഒന്ന് ഇത് അല്ലേ, പിന്നെ ഇതുണ്ട്, this one and the last one. So സം ഹൈ ആയിരിക്കുന്ന കേസ് എന്ന് പറയുന്നതിൽ a bar b c in plus a bar b c bar plus ഇത് രണ്ടും എടുത്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് a b bar c in bar plus and the last one എന്ന് പറയുന്നത് a b c in. സോ ഇതാണ് നമുക്ക് സമ്മിന്റെ എക്സ്പ്രഷനിലുള്ള ടേംസ് എന്ന് പറയുന്നത്. ഇതൊന്ന് മിനിമൈസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. സോ മിനിമൈസിങ് വാട്ട് യു വിൽ ഗെറ്റ്, ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ a bar എന്ന് പറയുന്നത് കോമൺ എടുക്കാം അല്ലേ? ഈ രണ്ട് ടേംസിൽ നിന്ന് a bar കോമൺ എടുത്താൽ യു വിൽ ഗെറ്റ് b c in plus b, സോ ഇവിടെ ഒരു b ബാർ ഉണ്ട് കേട്ടോ. a bar b bar ആൻഡ് c in എന്നല്ലേ? ഇവിടെ ഒരു ബാർ മിസ്സായി പോയായിരുന്നു. സോ യു വിൽ ഗെറ്റ് b bar c in plus b c in bar. ഓക്കെ, അടുത്ത ടേമിൽ നിന്ന് നമുക്ക് അഗെയിൻ a കോമൺ എടുക്കാം. സോ യു വിൽ ഗെറ്റ് a into b bar c in bar plus b c in. ഓക്കെ, സോ ഇനി എങ്ങനെ എഴുതാം? This is a bar. What is this? a bar c in, sorry, b bar c in plus b c in bar എന്ന് പറയുന്നത് that is b XOR c in. XORന്റെ expanded form അല്ലേ ഇത്? b bar c in plus b c in bar എന്ന് പറയുന്നത്. So you will get a into b XOR c in plus ഇവിടെ വരുന്നത് ഇതെന്താണ്? That is a b XOR c ന്റെ ഇൻവേർട്ടഡ് ഫോം ആണ് അല്ലെ? ദാറ്റ് ഇസ് നോർ ഗേറ്റിന്റെ അല്ലേ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്? എക്സ്നോറിന്റെ എക്സ്പ്രഷൻ ആണ് b bar c in bar plus b c in എന്ന് പറയുന്നത്. സോ b XOR c in ഹോൾ ബാർ മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? a bar ഇതൊരു ടേം ആയിട്ട് കൺസിഡർ ചെയ്യുക. ലെറ്റ് ഇറ്റ് ബി d എന്നുള്ള സിമ്പിൾ കൊടുക്കുകയാണെങ്കിൽ വാട്ട് യൂസ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് a bar d plus a d bar. Again ഇത് XORന്റെ representation ആണ് അല്ലേ? So you can write as a XOR d. So ഈ d എന്ന് പറയുന്നത് എന്താണ്? It is b XOR c in. So this is the final expression for sum. Full adderന്റെ sumന്റെ final expression എന്ന് പറയുന്നത് this s is equal to a XOR b XOR c in. So similarly നമുക്ക് ക്യാരിയുടെ എക്സ്പ്രഷനും കൂടി എഴുതാം. സോ ക്യാരി ഇപ്പൊ ഇതിൽ ഏതൊക്കെ ഹൈ ആയിരിക്കുന്ന ട്രൂത്ത് ടേബിൾ? ഒന്ന് ഇതുണ്ട് അല്ലെ?
1 ഉണ്ട്, ദാറ്റ് ഇസ് 0 1 1 0 എന്ന് പറയുന്ന കേസ് ഉണ്ട്. ദെൻ 101 എന്ന് പറയുന്നിടത്തും ക്യാരി ഹൈ ആണ്. ദെൻ ദ ലാസ്റ്റ് 2 കേസസ് 110യും 111 എന്ന് പറയുന്നിടത്തും ക്യാരി ഹൈ ആയിരിക്കും. സോ എഗെയിൻ നമ്മുടെ ക്യാരിയുടെ ടേംസിൽ ഏതൊക്കെയാ വരിക? 4 ടേംസ് വരും. 4 ടേംസ് എന്ന് പറയുമ്പോൾ ഏത് വരും? എ ബാർ ബി സി ഇൻ പ്ലസ്, സോ ഇത് നമ്മൾ എഴുതി എ ബാർ ബി സി ഇൻ. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് എ ബി ബാർ സി ഇൻ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് 2 ടേംസിൽ വരുന്നത് എ ബി സി ഇൻ ബാർ പ്ലസ് എ ബി സി ഇൻ. ഓക്കെ, ഇനി ഇതെങ്ങനെ മിനിമൈസ് ചെയ്യാം? സോ ഇതിൽ നിന്ന് നമുക്ക് സി ഇൻ എന്ന് പറയുന്ന ടേം കോമൺ എടുക്കാം. സോ സി ഇൻ കോമൺ എടുത്തു കഴിഞ്ഞാൽ റിമൈനിങ് വരുന്നത് എന്താണ്? എ ബാർ ബി പ്ലസ് എ ബി ബാർ. എഗെയിൻ എ ബാർ ബി പ്ലസ് എ ബി ബാർ എന്ന് പറയുന്നത് എക്സോറിന്റെ ആണ് അല്ലെ. സോ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം. സോ ദാറ്റ് സെയിം ടേം തന്നെ റിപ്പീറ്റ് ചെയ്തേക്കാണ്. എ ബാർ ബി സി ഇൻ പ്ലസ് എ ബി ബാർ സി ഇൻ പ്ലസ് എ ബി സി ഇൻ ബാർ പ്ലസ് എ ബി സി ഇൻ ആണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ എക്സ്പ്രഷൻ ഫ്രം ദ ട്രൂത്ത് ടേബിൾ. സോ ഇതിൽ നിന്ന് ഞാൻ സി ഇൻ കോമൺ എടുക്കുകയാണ്. ബാക്കി ഈ ടേം എന്ന് പറയുന്നതും ഇത് രണ്ടും റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? XOR ആണ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സി ഇൻ ഇൻറ്റു എ XOR ബി പ്ലസ് ബാക്കി ടേംസ് എന്താണ്? ബാക്കി നമുക്ക് എയും ബിയും കോമൺ എടുത്താൽ അതിൻ്റെ ബ്രാക്കറ്റിൽ എന്ത് വരും? സി ഇൻ ബാർ പ്ലസ് സി ഇൻ. സോ സി ഇൻ ബാർ പ്ലസ് സി ഇൻ എന്ന് പറയുന്നത് ഇതായിട്ട് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, അത് 1 ആണെങ്കിൽ എന്ത് വരും? റിമൈനിങ് വരുന്നത് എ ബി ആയിരിക്കും. സോ ദിസ് ഇസ് ദ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ സി ഔട്ട്. ക്യാരിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സി ഇൻ ഇൻറ്റു എ ബാർ എ XOR ബി പ്ലസ് എ ബി എന്നുള്ളതായിരിക്കും ഫൈനൽ എക്സ്പ്രഷൻ. സോ ഇത് ബേസ് ചെയ്ത്, അതായത് നമുക്ക് സമ്മിന്റെ എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്, അതേപോലെ സമ്മിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതാണ്. സോ സമ്മിന്റെ എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്, ക്യാരിയുടെ എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് സർക്യൂട്ട് വരയ്ക്കാം. സോ യു ഹാവ് XOR ഗേറ്റ് അല്ലെ, 3 XOR ഗേറ്റ് വേണം സമ്മിന്. എന്താ വെച്ചാൽ എ XOR ബി XOR സി ആണ്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന XOR ഗേറ്റ് എന്ന് പറയുന്നത് 2 ഇൻപുട്ട് ഗേറ്റ് ആണ്. സോ 2 ഇൻപുട്ട് ഗേറ്റ്സ് വരുമ്പോഴത്തേക്കും യു നീഡ് 2 XOR ഗേറ്റ്സ്. അപ്പോൾ യു ഹാവ് ഫസ്റ്റ് XOR ഗേറ്റിൽ എ XOR ബി വരും. ദെൻ എഗെയിൻ ആ XOR ചെയ്തതിന് സീനായിട്ട് വീണ്ടും നമ്മൾ XOR ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ യു ഫൈനലി നമുക്ക് സം എന്ന് പറയുന്നത് എ XOR ബി XOR സീനാണ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഏതൊക്കെ വേണം? ക്യാരി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് എഗെയിൻ യു നീഡ് ആൻ XOR ഗേറ്റ്. സോ XORന്റെ ഔട്ട്പുട്ട്, ഇവിടെ നിന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് എടുക്കാം. ഒരു ഇൻപുട്ട് ടു ദ ഗേറ്റ് എന്ന് പറയുന്നത് അതായിരിക്കും. സോ എ XOR ബി ഇൻറ്റു സീൻ ആണ്. സോ യു നീഡ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റ് എടുക്കുക. ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് സീൻ ആണ്. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് എ XOR ബി ഇൻറ്റു സീൻ. ഓക്കെ, അടുത്ത ടേം എന്ന് പറയുന്നത് എന്താ? എ ബി. എ ബി എന്ന് പറയുന്നതും ഒരു ആൻഡ് ഗേറ്റിലേക്ക് കണക്ട് ചെയ്യുക. എയും ബിയും എടുക്കുന്നു, ഒരു അടുത്ത ആൻഡ് ഗേറ്റിലേക്ക് കണക്ട് ചെയ്യുന്നു. യു വിൽ ഗെറ്റ് എ ബി. സോ അത് ഇതിനെ രണ്ടിനെയും കൂടി ഒരു ഓർ ഗേറ്റ് വെച്ചിട്ടായിരിക്കും കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ക്യാരി കിട്ടുള്ളൂ. സോ ആ 2 എക്സ്പ്രഷൻ നമ്മളൊരു ഓർ ഗേറ്റ് യൂസ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്ത് വരും? ക്യാരി ആയിരിക്കും കിട്ടുന്നത്. സോ ഇത് ഇത് എഴുതിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഫുൾ ആഡറിന്റെ ഡിസൈനിങ് പാർട്ട് കംപ്ലീറ്റ് ആകുള്ളൂ. സോ 15th ക്വസ്റ്റിന്റെ എ പാർട്ട് എന്ന് പറയുന്നത് ഫുൾ ആഡർ ഡിസൈൻ ചെയ്യാനായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ട്രൂത്ത് ടേബിൾ എഴുതുക. സോ ട്രൂത്ത് ടേബിളിൽ നിന്ന് നമുക്ക് എക്സ്പ്രഷൻ കിട്ടും. ആ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, സോ ദിസ് ഇസ് ഫോർ 8 marks. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വെരിലോഗ് കോഡ് ഫോർ 1:4 DMUX അല്ലെ, ഡീമൾട്ടിപ്ലക്സ്. സോ ഡീമൾട്ടിപ്ലക്സർ എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് അതിന്റെ കേസ്? ഒരു ഇൻപുട്ടും 4 ഔട്ട്പുട്ട്സും ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അതേപോലെ സെലക്ട് ലൈൻസ് എന്ന് പറയുന്നത് എഗെയിൻ 2 സെലക്ട് ലൈൻസ് ഉണ്ടാവും. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വെരിലോഗ് കോഡ് എഴുതാനാണ്. അപ്പോൾ വെരിലോഗ് കോഡ് നമുക്ക് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഗേറ്റ് ലെവൽ മോഡലിംഗ് എന്ന്. സോ നമുക്ക് ഇത് 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ ഗേറ്റ് ലെവൽ മോഡലിംഗ് തന്നെ യൂസ് ചെയ്യാം. പക്ഷെ ഗേറ്റ് ലെവൽ മോഡലിലേക്ക് പോകുമ്പോഴത്തേക്ക് എന്തറിഞ്ഞിരിക്കണം? യു ഷുഡ് നോ ദ സർക്യൂട്ട് ഡയഗ്രാം. സോ അതായത് ബേസിക് സർക്യൂട്ട് ഡയഗ്രാം ഫോർ DMUX. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യു ഷുഡ് നോ ദ ട്രൂത്ത് ടേബിൾ.
So let's see the truth table of this Dmux. So this is the നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത്, അതായത് ഒരു ഇൻപുട്ട് ഉണ്ട്, സിംഗിൾ ഇൻപുട്ട് ആണ്, ആൻഡ് ലെറ്റ് ഇറ്റ് ബി ഡി ഇൻ. ആ ഇൻപുട്ട്സ് ആണ് കാണിച്ചിരിക്കുന്നത്. 4 കേസസ് നമുക്ക് സെലക്ട് ലൈനിൽ S1 ആൻഡ് S0 ആണ്. അപ്പോൾ 4 കേസസ് കൺസിഡർ ചെയ്യാനുണ്ട്. ഏതൊക്കെയാണ്? 0 0 0 1 1 0 ആൻഡ് 1 1. So whenever the select line S0 S1 is 0 0, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Y0. Y0 എന്ന് പറയുന്നത് ഏതാണ്? ഈ ഔട്ട്പുട്ട് ആണ് എടുക്കുന്നത്. ഏത് കേസിൽ? സെലക്ട് ലൈൻ 0 0 ആവുന്ന കേസിൽ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Y0 ആയിരിക്കും. ആ ഇൻപുട്ടിൽ വാട്ട് എവർ ബി ദ ഇൻപുട്ട് അത് പാസ് ചെയ്തായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് Y0-യിലായിരിക്കും കിട്ടുന്നത്. സോ സപ്പോസ് നമ്മുടെ ഇൻപുട്ട് D ആണ് മാർക്ക് ചെയ്യണമെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്നത് Y0-യിലായിരിക്കണം. ആൻഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ദ സെയിം D വിൽ ബി passed. Okay, so this is a basic circuit diagram. This circuit represent block diagram representation, അതേപോലെ അതിന്റെ ട്രൂത്ത് ടേബിൾ. സോ ബേസ്ഡ് ഓൺ ദിസ് ട്രൂത്ത് ടേബിൾ ആയിരിക്കും നമ്മൾ ബൂളിയൻ എക്സ്പ്രഷൻ എഴുതുന്നത്. അപ്പോൾ ഇതിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? y out എന്ന് പറയുന്നത് Y0 ഔട്ട്പുട്ട് Y0 എന്ന് പറയുന്നത് വിൽ ബി, ഇത് രണ്ടും 0 0 ആൻഡ് D അങ്ങനെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. സോ D S1 bar S0 bar പ്ലസ് അടുത്തത് എന്താണ്? സോറി, നെക്സ്റ്റ് എന്ന് പറയുന്നത്, സോ ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ Y0. അതേപോലെ Y1 എന്ന് പറയുന്നത് എന്ത് വരും? Y1 വിൽ ബി D again D S1 bar and S0 and Y2 എന്ന് പറയുന്നത് എന്താ? Y2 is again D S1 S0 bar and the last one Y3 എന്ന് പറയുന്നത് it will be D S1 and S0. Okay, so ഇതാണ് നമ്മുടെ ഓരോ ഔട്ട്പുട്ട്സിന്റെ എക്സ്പ്രഷൻ. സോ ബേസ്ഡ് ഓൺ ദിസ് നമുക്ക് അതിന്റെ സർക്യൂട്ട് വരയ്ക്കാം. സോ സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയായിരിക്കും വരുന്നത്? നമുക്കറിയാം ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു D ഇൻപുട്ട് ഉണ്ട് ആൻഡ് S1 ഉണ്ട്, സെലക്ട് ലൈൻ S1 ആൻഡ് S0. S1നെ നമ്മൾ ഏതൊക്കെ എടുക്കുന്നത്? S1നെ ഇൻവേർട്ട് ചെയ്യുന്നുണ്ട്, S0നെ ഇൻവേർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിനെ രണ്ടിനെയും ഇൻവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോട്ട് ഗേറ്റ് യൂസ് ചെയ്യാം. സോ ഹിയർ നമുക്ക് കിട്ടുന്നത് എന്താ? ദിസ് ഇസ് S0 bar and this is S1 bar. Okay, so നമുക്ക് ഫസ്റ്റ് കേസിൽ എന്താണ് പറയുന്നത്? ഏതായാലും നമ്മുടെ Y0 എന്ന് പറയുന്നത് D S1 bar S0 bar. സോ S1 ബാർ എടുക്കണം, S0 ബാർ എടുക്കണം ആൻഡ് D. സോ അതൊരു ആൻഡ് ഗേറ്റിലേക്ക് കൊടുത്താൽ നമുക്ക് Y എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടും. അതേപോലെ അടുത്ത ഗേറ്റ് ഏതാണ് വേണ്ടത്? D S1 bar S0 S1 bar S0 and D. സോ Y1. അടുത്തത് എന്താണ്? Y2 എന്ന് പറയുന്നത് D S1 S0 bar S1 S0 bar. Okay, and final D, that is Y2. and the next one എന്ന് പറയുന്നത് Y3 എന്താ? D S1 and S0. D, this is S1 and S0. ഇതൊരു ഗേറ്റിലേക്ക് പാസ് ചെയ്താൽ you will get Y3. സോ നമ്മൾ ഈ ബേസിക് ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷനിലേക്ക് പോകാനുള്ള റീസൺ ബിക്കോസ് യു ആർ റൈറ്റിംഗ് ദ കോഡ് ഇൻ ഗേറ്റ് ലെവൽ മോഡലിംഗ്. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് വെരിലോഗ് ഇൻ ഗേറ്റ് ലെവൽ മോഡലിംഗ് ആണ്. സോ ഗേറ്റ് ലെവൽ മോഡലിംഗിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് നോ വിച്ച് ഓൾ ഗേറ്റ്സ് യു ആർ റിക്വയർ എന്നുള്ളത് അല്ലേ. നമ്മുടെ സർക്യൂട്ട് ഡയഗ്രത്തിൽ എത്ര ഗേറ്റ്സ് നമുക്ക് യൂസ് ചെയ്യണം, എത്ര വയേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ഇന്റേർണലി യൂസ് ചെയ്യുന്ന വയേഴ്സ് എത്ര വേണ്ടി വരും, ഏതൊക്കെയായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്സ് എന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് യു ക്യാൻ റൈറ്റ് ദ വെരിലോഗ് കോഡ് ഇൻ ഗേറ്റ് ലെവൽ. ഓക്കെ, സോ നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം ഇസ് നൗ റെഡി. സോ ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ കോഡിലേക്ക് പോവാം. സോ നമുക്ക് അതിന്റെ കോഡ് നോക്കാം. സോ മൊഡ്യൂൾ ആൻഡ്
DM എന്നാണ് ഞാൻ ജസ്റ്റ് നെയിം കൊടുക്കുന്നത്. മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ബിഗിൻ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ സിൻടാക്സ് അങ്ങനെയാണ്. സോ മൊഡ്യൂൾ DM എന്ന് പറയുന്ന നെയിമാണ് ഞാൻ കൊടുത്തത്, _1_4. സോ ആക്ച്വലി DMux 1:4 എന്നുള്ളത് തന്നെ പകരമാണ് ഇങ്ങനെ കൊടുത്തത്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ പോർട്ട് ലിസ്റ്റിൽ എന്തൊക്കെയാണ് വരിക? നമ്മുടെ 4 ഇൻപുട്സ് ഉണ്ട് അല്ലേ, സോറി 4 ഔട്ട്പുട്ട്സ് ഉണ്ട്. അപ്പോൾ 4 ഔട്ട്പുട്ട്സും ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിട്ട്? Y0, Y1, Y2, Y3. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇത് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ അറേ പോലെ എഴുതാവുന്നതാണ്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഡയറക്റ്റ് ആണ് മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഔട്ട്പുട്ട് ഇൻപുട്ട്സ് എന്ന് പറയുന്നത് ഏതൊക്കെ വരും? D വരും, S0, S1. നമ്മുടെ സർക്യൂട്ട് അനുസരിച്ച് ബേസിക് ആയിട്ട് പോകുന്നത് ഇത്ര ആയിരിക്കും അല്ലെ. എങ്ങനെയാണ് നമ്മുടെ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ, നമുക്ക് എക്സ്റ്റേണലി കാണുന്നത് D, S1, S0, Y0, Y1, Y2, Y3. സോ അത് നമ്മുടെ പോർട്ട് ലിസ്റ്റിൽ മെൻഷൻ ചെയ്യുക ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ നമുക്ക് ഇന്റേർണലി നമുക്ക് എങ്ങനെയാണ് സർക്യൂട്ട് വരുന്നത്? നമ്മളിവിടെ എന്താ ചെയ്തേ? ഈ 2 നോട്ട് ഗേറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. സോ ആ ഇന്റേർണലി ഉള്ള വയേഴ്സിന് നമ്മൾ മാർക്ക് ചെയ്യുക. സോ S1 ഞാൻ കൊടുക്കുന്ന നൊട്ടേഷൻ എന്ന് പറയുന്നത് X1ഉം S0നുള്ള നൊട്ടേഷൻ എന്ന് പറയുന്നത് X0 ആയിട്ടാണ് ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സർക്യൂട്ടിൽ. സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, വയർ X0 ആൻഡ് S1. ഓക്കെ, സോ നെക്സ്റ്റ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കുള്ള ഗേറ്റ്സ്, നമ്മൾ ഗേറ്റിന്റെ ഫങ്ഷൻസ് ജസ്റ്റ് കോൾ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇവിടെ എത്ര ഗേറ്റ് ഉണ്ട്? നോട്ട് ഗേറ്റ് 2 നോട്ട് ഗേറ്റ് ഉണ്ട്, 4 ആൻഡ് ഗേറ്റ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ഫങ്ഷൻസ് കോൾ ചെയ്താൽ മാത്രം മതി നമുക്ക് വെരിലോഗ് കോഡ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. നമുക്ക് ചോദിച്ചിരുന്നത് 6 മാർക്സിനായിരുന്നു. ഓക്കെ, സോ നമുക്ക് ഗേറ്റ് കോൾ ചെയ്യാം. സോ ഫസ്റ്റ് ഗേറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് നോട്ട് ഗേറ്റ് വിളിച്ചു. അപ്പോൾ അതിൻ്റെ ലിസ്റ്റിൽ എന്തൊക്കെയാണ് വരിക? S1 ആൻഡ് X1 അല്ലേ. ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഫസ്റ്റ് നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് X1 ആണ്, ഇൻപുട്ട് എന്ന് പറയുന്നത് S1. അതേപോലെ അടുത്ത നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത് ഇത് കണ്ടിന്യൂസ് അല്ല, ഞാൻ സെമിക്കോളൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് അപ്പൊ അടുത്ത നോട്ട് എന്ന് പറയുന്നത് നോട്ട് X0, S0. അതേപോലെ ബാക്കി ആൻഡ് ഗേറ്റ്സിനെ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട്സ് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്ത് എഴുതുക. ഓക്കെ, സോ ഫൈനലി നമ്മൾ N മൊഡ്യൂൾ കൊടുത്ത് നമ്മുടെ പ്രോഗ്രാം നമ്മൾ ടെർമിനേറ്റ് ചെയ്തു. ഓക്കെ, സോ ദിസ് ഈസ് ദ വെരിലോഗ് കോഡ്, ഗേറ്റ് ലെവൽ വെരിലോഗ് കോഡ് ഫോർ 1:4 DMux. ഓക്കെ, പിന്നെ സപ്പോസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ടെസ്റ്റ് ബെഞ്ചും കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ 6 മാർക്സിനല്ല, ഒരു 8 മാർക്സിനോ അല്ലെങ്കിൽ ഒരു 12 മാർക്സിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ബെഞ്ചും കൂടി ചിലപ്പോൾ മെൻഷൻ ചെയ്യേണ്ടി വരും. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഡയറക്റ്റ് ചോദിക്കാം, റൈറ്റ് ദ വെരിലോഗ് കോഡ് ആസ് വെൽ ആസ് എ ടെസ്റ്റ് ബെഞ്ച്. അപ്പം നമുക്ക് ആ ടെസ്റ്റ് ബെഞ്ചിന്റെ മെയിൻ ആയിട്ടുള്ള പോർഷൻ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അത് ടെസ്റ്റ് ബെഞ്ചിന് നമുക്ക് ഇനിഷ്യലി ആ മൊഡ്യൂളും ബിഗിൻ എന്നുള്ള കാര്യമൊക്കെ കൊടുക്കണം. അതിൻ്റെ അകത്തുള്ള മെയിൻ പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ചെക്കിങ്. ടെസ്റ്റ് ബെഞ്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് ഒന്ന് ഇനിഷ്യൽ ബിഗിൻ എന്നുള്ള കീവേഡ് കൊടുത്ത് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനിഷ്യലി ഉള്ള വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുക. അതായത് D = 1, S1 എന്ന് പറയുന്നത് 0, S0 = 0 എന്നുള്ളത് ഇനിഷ്യലൈസേഷൻ കൊടുക്കുക. ദെൻ ആഫ്റ്റർ ഒരു ടൈം യൂണിറ്റ്, ഒരു ഡിലേ പ്രൊവൈഡ് ചെയ്യുക. ആ ഡിലേ ആണ് നമ്മൾ ഹാഷ് വെച്ച് കൊടുക്കുന്നത്. സോ ഹാഷ് ഒരു ഡിലേ യൂണിറ്റ് കൊടുത്തു. ഞാനിപ്പോൾ ഇവിടെ 100 ആണ് ഡിലേ കൊടുക്കുന്നത്. ദെൻ നമുക്ക് വേണ്ട ആ ട്രൂത്ത് ടേബിളിലുള്ള എല്ലാ വാല്യൂസും കൊടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാനാണ് ആക്ച്വലി ടെസ്റ്റ് ബെഞ്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത കേസ് എന്താണ്? D = 1, S1, S0 എന്ന് പറഞ്ഞാൽ 0, 1. അടുത്തൊരു ഡിലേ കൊടുത്തിട്ട് അഗെയിൻ S1, S0 10 കൊടുത്തു. ഡിലേ കൊടുത്തിട്ട് S1, S0 11 കൊടുത്തു. എൻഡ് ചെയ്തു. ഓക്കെ, സോ ലാസ്റ്റ് നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്ത കണ്ടീഷൻസ് എന്ന് പറയുന്നത് എൻഡ് ചെയ്യുന്നു. സോ ദിസ് ഇസ് എ ടെസ്റ്റ് ബെഞ്ചിന്റെ മെയിൻ ആയിട്ടുള്ള പോർഷൻ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ജസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ടെസ്റ്റ് ബെഞ്ച് ചോദിച്ചിട്ടില്ല, വെരിലോഗ് കോഡ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇംപ്ലിമെന്റ് ദ ലോജിക് ഫംഗ്ഷൻ FABC. നമുക്കൊരു ഇത് തന്നിട്ടുണ്ട്, സമ്മേഷൻ ഓഫ് മിൻ ടേംസ് ആണ് തന്നിരിക്കുന്നത് 0, 2, 3, 5 യൂസിങ് 8:1 mux. സോ 8:1 mux എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? യു ഹാവ് 8 ഇൻപുട്സ് അല്ലേ? I0, I1, I2, I3, I4, I5, I6 ആൻഡ് I7 എന്ന് പറയുന്ന 7 ഇൻപുട്സ് ഉണ്ട്. ഇവിടെ എത്ര സെലക്ട് ലൈൻസ് ഉണ്ടാവും? 8:1 mux എന്നാണ് പറഞ്ഞത്. അപ്പോൾ 8:1 എന്ന് പറയുമ്പോൾ 2n അവിടെയാണ് 8. സോ n എന്തായിരിക്കും? n will be 3. So you have 3 select lines.
ദാറ്റ് ഈസ് S0, S1 ആൻഡ് S2 എന്ന് പറയുന്ന 3 സെലക്ട് ലൈൻസ് ഉണ്ടാവും. ഒരു സിംഗിൾ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്കുള്ളൂ. സോ ദിസ് ഇസ് ദ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഫോർ 8:1 മാർക്സ്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 0, 2, 3, 4 കെ മാപ്പിൽ 0, 2, 3, 4 എന്നുള്ള മിൻ ടേംസ് മാർക്ക് ചെയ്യേണ്ട കെ മാപ്പിൽ നിന്നാണ് നമ്മൾ ആ ഫംഗ്ഷൻ ആയിരിക്കണം നമുക്ക് 8:1 മാർക്സ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. സോ അതെങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മിൻ ടേംസ് ഓഫ് 0, 2, 3, 5. സോ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ട്രൂത്ത് ടേബിളിൽ നിന്ന് നമുക്ക് ഡിസൈൻ ചെയ്യാൻ നോക്കാം. സോ ആദ്യം വേണ്ടത് ട്രൂത്ത് ടേബിൾ ആണ്. സോ നമ്മൾ പറഞ്ഞു നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? 8:1 മാർക്സ് ആണ്. എത്ര സെലക്ട് ലൈൻസ് ഉണ്ട്? 3 സെലക്ട് ലൈൻസ് ഉണ്ട്. അപ്പോൾ സെലക്ട് ലൈൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ആദ്യം നമുക്ക് സെലക്ട് ലൈൻസ് വെച്ചിട്ടുള്ള ട്രൂത്ത് ടേബിൾ എഴുതാം. സോ സെലക്ട് ലൈൻസിൽ നമുക്ക് 8 ഇൻപുട്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 8 കോമ്പിനേഷൻസ് പോസിബിൾ ആയിരിക്കും അല്ലെ. 2⁻³ കോമ്പിനേഷൻസ് പോസിബിൾ ആയിരിക്കും. സോ അത് ആദ്യം എഴുതുക, മാർക്ക് ചെയ്യുക. അപ്പം അതിൽ നമുക്ക് വേണ്ടത്, നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളത് 0, 2, 3, 5 എന്ന് പറയുന്നതിനായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വേണ്ടത്. സോ ഇതിൽ ഏതൊക്കെയായിരിക്കും? 0 എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇസ്, അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ ഫംഗ്ഷൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് 2 ആണ്. 2 എന്ന് പറയുമ്പോഴത്തേക്കും M2 ആണ്. ദാറ്റ് ഇസ് 0, 1, 0. അവിടെ ഹൈ ആയിരിക്കും. M1 എന്ന് പറയുന്നത് 0 ആണ്. ദെൻ M3 എന്ന് പറയുന്നത് 3യിലും നമുക്ക് ഔട്ട്പുട്ട് ഉണ്ട്. സോ ദാറ്റ് ഇസ് അഗെയിൻ 1. പിന്നെ അടുത്ത് എന്താ? 4 ഉണ്ടോ? ഇല്ല. പിന്നെ ഉള്ളത് 5 ആണ്. സോ 5 അഗെയിൻ ഹൈ ആയിരിക്കും. 6ഉം 7ഉം ഇല്ല. സോ ദിസ് ഈസ് അവർ ട്രൂത്ത് ടേബിൾ ഫോർ ദ ഗിവൺ ഫംഗ്ഷൻ. നമുക്ക് മിൻ ടേം ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്. അതിനുള്ള റിക്വയർഡ് ട്രൂത്ത് ടേബിൾ നമ്മൾ എഴുതി. സോ ഇനി ഇത് വെച്ചിട്ടാണ് നമുക്ക് മാർക്സിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. സോ 8:1 മാർക്സ് ആണ്. സോ ഡയറക്റ്റ് ട്രൂത്ത് ടേബിളിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഏതൊക്കെയാണ് ഹൈ വന്നിരിക്കുന്നത്? M0 ഉണ്ട്, M1 ഉണ്ട്, M3 ഉണ്ട്, M5 ഉണ്ട്. സോ ഈ ടേംസ് മാത്രം ഹൈയിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ 0, 2, 3 ആൻഡ് 5 അതെല്ലാം ഹൈയിലേക്ക് കണക്ട് ചെയ്യുക. ബാക്കി ടേംസ് എന്ന് പറയുന്നത് 0 ആണ്. സോ യു ക്യാൻ കണക്ട് ഇറ്റ് ടു ഗ്രൗണ്ട്. സോ ദിസ് ഈസ് ഹൗ യു ഇംപ്ലിമെന്റ് യൂസ് എ ഫംഗ്ഷൻ യൂസിങ് 8:1 മാർക്സ്. ഇപ്പൊ ഇതെന്ന് പറയുന്നത് 3 വേരിയബിൾസ് ആയതുകൊണ്ടാണ് നമുക്ക് 8:1 മാർക്സ് യൂസ് ചെയ്യാം. ഈസിയർ ആയിട്ട് നമുക്ക് ഇത് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നമ്മളോട് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ 4:1 മാർക്സ് ആണ് അല്ലെ. 4:1 മാർക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ എത്ര വേരിയബിൾസ് ഉണ്ടാവും? സെലക്ട് ലൈൻസ് എന്ന് പറയുന്നത് എത്രയാ? 2:4:1 എന്ന് പറയുമ്പോൾ 2:n ആണ് 4. സോ n എന്ന് പറയുന്നത് 2 ആണ്. സോ യു ഹാവ് 2 സെലക്ട് ലൈൻസ് എന്ന് പറയുന്നത് 2 എണ്ണമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ 3 വേരിയബിൾസ് അതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? ഇതിപ്പോൾ ഡയറക്റ്റ് നമുക്ക് 3 വേരിയബിൾസ് എടുക്കാമായിരുന്നു അല്ലെ. ABC എന്നുള്ളത് ഡയറക്റ്റ് എടുക്കായിരുന്നു 3 വേരിയബിൾസിന്റെ. ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? f(ABC) എന്നായിരുന്നു. പക്ഷേ ഈ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും 4:1ന്റെ കേസിലേക്ക് നമുക്ക് അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ലൈൻസ് പോസിബിൾ 2 ആണ്. ഓക്കെ, സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ഇംപ്ലിമെന്റേഷൻ ടേബിളിന്റെ ആവശ്യമുണ്ട്. The basic representation of 4:1 marks. ഓക്കെ, നമുക്ക് അങ്ങനെയുള്ള പറഞ്ഞത് ഇപ്പം എന്താണ് ഈ കേസ് 2 വേരിയബിളിൻ്റെ ടേമിലേക്ക് മാറുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു ഇംപ്ലിമെൻറ്റേഷൻ ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇംപ്ലിമെൻറ്റേഷൻ ടേബിളിൽ നമുക്കറിയാം മാർക്സ് എന്ന് പറയുന്നതിൽ 4 ഇൻപുട്സ് ആണുള്ളത്. ഓക്കെ, ആ 4 ഇൻപുട്സ് ഏതൊക്കെയാണെന്ന് മാർക്ക് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് എന്താ ചെയ്യേണ്ടത്? നമുക്ക് 3 വേരിയബിൾസ് ഉണ്ട്. സോ അതിൽ 3 വേരിയബിൾസിൽ ഒരു വേരിയബിളിനെ നമ്മൾ സെലക്ട് ലൈൻസിൽ നിന്ന് മാറ്റി അത് ഇൻപുട്ടാക്കി മാറ്റുക. ഓക്കെ, സെലക്ട് ലൈൻസിൽ ബാക്കി ഏതൊക്കെയാണ് വരിക? സോ B and C becomes your select line. A എന്ന് പറയുന്നത് എക്സ്ട്രാ ഉള്ള ഒരു ഇതായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ചോദിച്ചിരുന്ന ഏതാണ്? ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് 0, 2, 3 ആൻഡ് 5 ആണ് മാർക്ക് ചെയ്യേണ്ടത് അല്ലേ. 0, 2, 3, 5. 0, 2, 3, 5. ഓക്കെ, സോ അതിന് റിക്വയർഡ് ആയിട്ട് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് വെക്കുക.
0 1 2 3 നാലെണ്ണം ഒരു ടേബിളിൽ നാലെണ്ണമായിട്ട് എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാർക്സ് 4:1 മാർക്സ് ആണ്. 4:1 മാർക്സിന്റെ ഇൻപുട്ട് പോസിബിൾ എന്ന് പറയുന്നത് D1 D2 D3 ആൻഡ് D4 ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നാലെണ്ണമായിട്ടുള്ളത് നാലായിട്ട് നമ്മൾ എഴുതുന്നത്. ഇപ്പോൾ 0 1 2 3 4 5 6 7. സോ ഇതിൽ ഏതാ മാർക്ക് ചെയ്യേണ്ടത്? 0 നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ടേം ആണ്. സോ 0 നിങ്ങൾ ഇങ്ങനെ സർക്കിൾ ചെയ്യുക. ദ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ആണ്. സോ അഗെയിൻ 2 സർക്കിൾ ചെയ്യുക. 3 ആൻഡ് 5. സോ 3 ആൻഡ് 5 മാർക്ക് ചെയ്യുക. അപ്പോൾ സർക്കിൾ ചെയ്ത ടേമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതാണെന്ന് നോക്കുക. വേരിയബിൾ ഏതാണ്? എ ആണ്. സോ എ. നെക്സ്റ്റ് അടുത്തതാണ് 5 എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ഇറ്റ് ഈസ് എ ബാർ. അഗെയിൻ 2 D3 വരുന്നത് ഏതാണ്? 2 എന്ന് പറയുന്നത് അഗെയിൻ എ. ആൻഡ് നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് 3 ആണ് സർക്കിൾ ചെയ്തിരിക്കുന്നത്. അവിടെ അഗെയിൻ യു വിൽ ഗെറ്റ് എ ആസ് ദ ഇൻപുട്ട്. സോ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ഈ D1 D2 D3 D4 എന്ന് പറയുന്ന ഇൻപുട്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഇതായിരിക്കണം നമ്മൾ ഇൻപുട്ട് സൈഡിൽ കൊടുക്കേണ്ടത്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മക്സിന്റെ സർക്യൂട്ട് എങ്ങനെയാ വരിക? സോ D0യിൽ 1 2 3 4. ഓക്കെ, സോ D0യിൽ ഇനിയുള്ളത് ഇൻപുട്ട് എന്ന് പറയുന്നത് എയിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. D1 is A, D2 is A bar. D2 എന്ന് പറയുന്നത് A bar ആണ്. ആൻഡ് D3യും D4ഉം again A. D3 and D4 is again A. സോ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയല്ലോ. അപ്പോൾ S1 ആൻഡ് S0 എന്ന് പറയുന്നത് ഇവിടെ ബിയും സിയും ആയിരിക്കും. സോ ദിസ് ഇസ് ഹൗ യു ഇംപ്ലിമെന്റ് a 3 variable circuit using 4:1 mux. Okay, so നമ്മുടെ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് സോ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് 16th വണ്ണിൻ്റെ എ പാർട്ടാണ് നോക്കിയത്. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, അത് 2 മാർക്സ്, അതായത് 8:1 മാർക്സും 4:1 മാർക്സ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളതായിരുന്നു. 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ 4 ആയിരിക്കും ഇതിൻ്റെ ഡിവിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 4 marks for each subdivisions. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 16th വണ്ണിന്റെ ബി പാർട്ട് ആണ്. സോ 16th വണ്ണിന്റെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഐ തിങ്ക് ഒക്ടൽ ടു ബൈനറി എൻകോഡറിന്റെ ഇംപ്ലിമെന്റേഷൻ ഡിസൈനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒക്ടൽ ടു ബൈനറി എൻകോഡർ. ഓക്കെ, സോ എൻകോഡർ ആണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒക്ടൽ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര സിമ്പിൾസ് ആണ് അവിടെ വരിക? ഒക്ടലിൽ 8 സിമ്പിൾസ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഇസ് 0 to 7 വരെയുള്ള സിമ്പിൾ റെപ്രസെൻറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിന്റെ ബൈനറിയിൽ എങ്ങനെയായിരിക്കും അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? എത്ര ബിറ്റ്സ് വേണ്ടി വരും ഒക്ടലിനെ റെപ്രസെന്റ് ചെയ്യാൻ? നമുക്ക് 3 ബിറ്റ്സ് വേണം റെപ്രസെന്റ് ചെയ്യാൻ. അതായത് 8 സിമ്പിൾസ് ഉണ്ട്, അതിന് 3 ബിറ്റ് വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യേണ്ടത്. നമുക്ക് വരുന്ന എൻകോഡർ എന്ന് പറയുന്നത് ഏതായിരിക്കും? നമുക്ക് ഫൈനലി യൂസ് ചെയ്യേണ്ട എൻകോഡർ വിൽ ബി 8:3 എൻകോഡർ. സോ 8:3 എൻകോഡർ യൂസ് ചെയ്തിട്ട് വേണം ഈ ഒക്ടൽ ടു ബൈനറി നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ 8:3 എൻകോഡറിന്റെ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് അതിന്റെ ട്രൂത്ത് ടേബിൾ ആയിരിക്കും. സോ ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രാം 7 ഇൻപുട്സ് ഉണ്ട്. നമുക്ക് 3 ബിറ്റിന്റെ റെപ്രസെന്റേഷനിൽ വരുന്ന ഔട്ട്പുട്ട്സ് എന്തൊക്കെയാണ്? B0 B1 ആൻഡ് B2. അപ്പോൾ അതിന്റെ ട്രൂത്ത് ടേബിൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. നമ്മുടെ 7 ഇൻപുട്സ് ഉണ്ട് ആൻഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഔട്ട്പുട്ട് ആണ് വേണ്ടത്, അല്ലേ? സോ ഇതിന്റെ ബൈനറി ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്ത് വരും? I0ന്റെ റെപ്രസെന്റേഷൻ വിൽ ബി 0 0 0. I1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 0 1 ആൻഡ് I2 is 0 1 0. I3 എന്ന് പറയുന്നത് 0 1 1. I4 is 1 0 0. I5 is 1 0 1. I6 is 1 1 0 and I7 is 1 1 1. ഓക്കെ, സോ നമുക്ക് വേണ്ടത് ഓരോ ഇൻപുട്സിനും, അല്ലെ? നമുക്ക് ഇവിടെ എത്ര ഔട്ട്പുട്ട്സ് ഉണ്ട്? B0 B1 ആൻഡ് B2. സോ ഈ 3 എണ്ണത്തിന്റെയും ലോജിക് റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്നാണ് നോക്കേണ്ടത്. സോ അപ്പോൾ ഇതിൽ B2, അതായത് ഫസ്റ്റ് ടേം B2 ആണ്. ഔട്ട്പുട്ടിലെ ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് B2, MSB എന്ന് പറയുന്നത് B2 ആണ്. സോ B2ൽ ഏതൊക്കെയാണ് ഹൈ ആയിട്ടുള്ളത്? I4, I5, I6 ആൻഡ് I7. സോ അത് B2ന്റെ എക്സ്പ്രഷൻ എഴുതുക. ഏതൊക്കെയാണ് ഹൈ ആയിട്ടുള്ളതെന്ന് നോക്കിയിട്ട് അത് കണക്ട് ചെയ്ത് എഴുതുക B2. അതേപോലെ B1 എന്ത് വരും? B1ന്റെ ഏതൊക്കെയാണ് ഹൈ? I2 ഉണ്ട്, I3 ഉണ്ട്, പിന്നെ I6 ആൻഡ്
I7. So I2 plus I3 plus I6 plus I7. And what about last bit? That is LSB B0 എന്ന് പറയുന്നത്. B0 എന്തായിരിക്കും? Again that is I1, I3, I5 and I7. I1 plus I3 plus I5 plus I7. അപ്പോൾ ഇതിനെ എങ്ങനെയായിരിക്കും നമുക്ക് ലോജിക്കലി ഗേറ്റ്സ് യൂസ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഗേറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇൻപുട്സ് ആദ്യം മാർക്ക് ചെയ്യുക. എത്ര ഇൻപുട്സ് ഉണ്ട്? I0, I1, I2, I3, I4, I5, I6 ആൻഡ് I7. ഓക്കെ, സോ B2 എന്ന് പറയുന്നതിൽ I4 ഉണ്ട്, I5, I6 ആൻഡ് I7 ഉണ്ട്. സോ 4 എടുക്കുക, ദെൻ 5, 6 ആൻഡ് 7. അതൊരു ഓർ ഗേറ്റ് യൂസ് ചെയ്ത് കണക്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് B2 അല്ലേ? B2 ആണ് നോക്കിയത്. നമുക്ക് ഓർ ഗേറ്റിന്റെ മാത്രം യൂസ് ചെയ്താൽ മതി, ഓർ ഗേറ്റ് മാത്രം നമുക്ക് മതി. ദെൻ B1 ആണെങ്കിൽ I2, I3, I6 ആൻഡ് I7. I2, I3, I6 ആൻഡ് I7. Again OR gate use connect ചെയ്യുക, that is B1. And the last one is B0. B0 1, 3, 5, 7. So 1, 3, 5 and 7. B0. So 3 ബിറ്റ്സും നമ്മൾ സെപ്പറേറ്റ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, B2, B1 ആൻഡ് B0. അപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് എത്ര മാർക്കിനാണ് ചോദിച്ചിരുന്നത്? ആൻഡ് ദിസ് വാസ് ഫോർ 6 മാർക്സ്. സോ 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. എൻകോഡർ ഡിസൈൻ ചെയ്യാനാണ്. ഒക്ടൽ ടു ബൈനറി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒക്ടൽ ടു ബൈനറി പോകണം എന്നുണ്ടെങ്കിൽ വി നീഡ് 8:3 എൻകോഡർ. സോ അതിൻ്റെ ആദ്യം ട്രൂത്ത് ടേബിൾ മാർക്ക് ചെയ്യുക. ട്രൂത്ത് ടേബിളിൽ നിന്ന് നമ്മുടെ എക്സ്പ്രഷൻ എഴുതുക. ആഫ്റ്റർ ദാറ്റ് ഫ്രം ദാറ്റ് എക്സ്പ്രഷൻ യു ക്യാൻ ഡ്രോ ദ ലോജിക് സർക്യൂട്ട്. ഓക്കെ, so with this our third module is over. നമ്മൾ തേർഡ് മൊഡ്യൂളും ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് LCDയുടെ 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇനി നെക്സ്റ്റ് എന്നുള്ളത് ഫോർത്ത് മൊഡ്യൂളാണ്. നമുക്ക് കമ്മിങ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.